തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ തുറവ് എന്ന കാണ്ഡത്തിലെ അടുത്ത 2 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. സാധകൻ അനുഷ്ഠാനം ചെയ്യവേ ശിവൻ തൻ്റെ കാരുണ്യം പൊഴിഞ്ഞിടും, നിഷ്ഠയും ഫലിച്ചിടും. ഈശൻ തൻ കടാക്ഷമുണ്ടാവുമ്പോൾ സാധകനും ആശയറ്റ് എല്ലാം ഈശൻ തൻ അടി പണിഞ്ഞിടും. എല്ലാം ഈശൻ്റെ അടി പണിഞ്ഞിടുന്ന സമ്പൂർണ്ണ ശരണാഗതി അടയുന്ന ഒരു നിമിഷം സാധകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. എപ്പോൾ? സാധകൻ അനുഷ്ഠാനം ചെയ്യവേ. സാധകൻ നിരന്തരം ശിവാനുഷ്ഠാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശിവഭഗവാന്റെ കാരുണ്യം ആ സാധകനിൽ പൊഴിഞ്ഞിടും. അങ്ങനെ നിഷ്ഠയും ഫലിച്ചിടും. അയാളുടെ നിരന്തര സാധനയുടെ ഫലമായി ഭഗവാൻ പ്രസാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. അങ്ങനെ ശിവഭഗവാന്റെ കാരുണ്യം ആ സാധകൻ്റെ മേൽ പൊഴിയും. ഈശൻ തൻ കടാക്ഷവും ഉണ്ടാകും. ഈശ്വരൻ്റെ കടാക്ഷം, ശിവൻ്റെ ആ ദർശനം ലഭിക്കും. ശിവൻ്റെ കടാക്ഷം സാധകനിൽ പതിക്കും. അങ്ങനെ പതിക്കുമ്പോൾ സാധകൻ്റെ ആശയെല്ലാം അറ്റുപോകും. ജന്മവാസനകളും കർമ്മവാസനകളും എല്ലാം അറ്റുപോകും. എന്നിട്ടോ ഈശൻ തന്നെ അടിപണിഞ്ഞിടും. ഈശ്വരനെ തന്നെ, ശിവനെ തന്നെ തൻ്റെ ഗുരുവായി, തൻ്റെ സർവേശ്വരനായി കരുതി ആ മഹാഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് ആ ശിവസാധനയിൽ മുഴുകിയ സാധകൻ ശിവങ്കൽ സമർപ്പണം ചെയ്യുന്നു. സമ്പൂർണ്ണ ശരണാഗതി, സമ്പൂർണ്ണ സമർപ്പണം. ഈ സമർപ്പണത്തിലൂടെ ഭഗവാന്റെ കടാക്ഷം ആ സാധകനിൽ പൂർണ്ണമായും പതിഞ്ഞു കിട്ടുന്നു. പിന്നെ നോക്കുകൊടുത്ത്, തുറന്ന തുമ്പിനെപ്പോലെ ദൂരം 9 കാത്ത് ശക്തി തന്നുടുപ്പ് പോലെ തൊക്കിരിക്കുന്നു മെലയായി. ഉച്ചദൂരത്തിലേറി ശിവനൊന്ന് നോക്കിയപ്പോൾ ഉച്ചപ്രകാശമുണ്ടായി ക്ഷേത്രം തുറക്കയാലേ. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് ശിവക്ഷേത്രമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. 9 ദ്വാരങ്ങളുള്ളതാണ് ആ ക്ഷേത്രം. പാടല് യോഗശാസ്ത്രപരമായ പല തലങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതിൻ്റെ നിഗൂഢമായ അർത്ഥതലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യോഗ ശാസ്ത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടി നാം മനസ്സിലാക്കണം. അതായത് നമ്മുടെ ശരീരത്തിൽ 9 വാതിലുകളുണ്ട്, നവദ്വാരങ്ങൾ. ഈ നവദ്വാരങ്ങളിലൂടെയാണ് വിസർജ്യം ചെയ്യുന്നത്. ഈ നവദ്വാരങ്ങളെയും അടച്ച് പ്രാണനെ ഉച്ചിയിലെത്തിക്കുന്ന യോഗശാസ്ത്രപരമായ യോഗവിദ്യകൾ ശീലിക്കുന്ന ഒരാൾക്ക് എന്തു സംഭവിക്കുന്നു? ശിരസിലെ ആ ബ്രഹ്മരന്ധ്രവാതിൽ തുറക്കുന്നു. ആ വൈദ്യുതി ചാനൽ പ്രവഹിക്കുന്നു. ശരീരത്തിലുള്ള നവദ്വാരങ്ങളും അടഞ്ഞു പോകുന്നു. നാദശക്തിയെ മറച്ച് വച്ചിരിക്കുന്ന കുണ്ടലിനിമായയുടെ കഞ്ചുകം ശരീരം പൊളിഞ്ഞു പോകുന്നു. അതായത് ആ മായാശക്തി മാറി പകരം സാക്ഷാൽ ശക്തി ദേവിയായ കുണ്ടലിനി ദേവി മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. ജീവനിൽ മയക്കം തന്നിരുന്ന മധുരമാർന്ന മായകളെല്ലാം മാറിപ്പോകുന്നു. അതെല്ലാം നശിച്ചു പോകുന്നു. അങ്ങനെ ജീവമായ പൂർണ്ണമായും
മാറിപ്പോകുന്നു. അതേപോലെ തന്നെ കുണ്ടലിനി ശക്തി ഉണർന്ന് സഹസ്രാരത്തിലേക്ക് മുകളിലേക്ക് കുതിക്കുന്നു. ആത്മശക്തി ചിത്താകാശത്തിൽ നിന്ന് ചിതാകാശത്തിലേക്ക് ഉയർന്ന് സഹസ്രദളം നോക്കി ഉയർന്നു പൊങ്ങുന്നു. അതാണ് ഇതേവരെ ചിത്തശക്തി മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ചിത്തത്തിൽ നിന്ന് ചിതാകാശത്തിലേക്കാണ് കുണ്ടലിനി ശക്തി ഉണർന്നു പൊങ്ങുന്നത്. അതായത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർന്ന് ചിത്താകാശത്തിൽ നിന്ന് ചിതാകാശമായ സഹസ്രാരത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ശിവശക്തി മേളനം നടക്കുന്നു. ബ്രഹ്മരന്ധ്രവാതിൽ തുറക്കുന്നു. അതോടെ സാധകൻ ശിവയോഗിയായി സാക്ഷാൽ ശിവശക്തിയായി പരിണമിക്കുന്നു. ഈ നിഗൂഢമായ തലങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ഇതിലെ ചില പ്രത്യേകതകളുണ്ട്. ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ എന്താണ് തുറവ് എന്ന് വ്യക്തമാക്കുകയാണ്. തുറവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. തുറവെന്ന് വെച്ചാൽ ചിത്താകാശത്തെ ചിതാകാശമാക്കുന്ന ഒരു വിദ്യയാണത്. അതായത് മനസ്സിനെ ചിതാകാശ വെളിയാക്കി പരിവർത്തനപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായ രാസവിദ്യ ഇവിടെ നടക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഈ ലൗകിക ബന്ധങ്ങളിലെല്ലാം കൊണ്ട് ചാടിക്കുന്നത് മനസ്സാണ്, നമ്മുടെ മനസ്സാണ്. ഈ മനസ്സെന്ന് പറയുന്നത് എന്താ? ബണ്ടിൽ ഓഫ് തോട്ട്സ് എന്നാണ് അതിന് കൊടുക്കുന്ന നിർവചനം. ചിന്തകളുടെ ഒരു സമാഹാരം, അല്ലെങ്കിൽ സങ്കല്പങ്ങളുടെ വാസനകളുടെ ഒരു സമാഹാരമാണ് ചിത്തം. ഈ വാസനകളാൽ പ്രേരിതമായിട്ടാണ് നാം ജീവിക്കുന്നത്. കുമാരനാശാൻ ഒരിടത്ത് പാടുന്നുണ്ട്, ജന്തുവിന് തുടരുന്നു വാസനാബന്ധം ഇങ്ങ് ഉടല് വീഴുവോളം. നമ്മുടെ ശരീരം വീഴുന്നത് വരെ നാം ഈ ജന്മവാസനകൾക്കടിമപ്പെട്ട് വാസനാബന്ധങ്ങളിൽപ്പെട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ വാസനാബന്ധങ്ങൾ ഒടുങ്ങുമ്പോൾ, ഈ സങ്കല്പങ്ങൾ ഒടുങ്ങുമ്പോൾ, ഈ ചിന്തകൾ ഒടുങ്ങുമ്പോൾ മനസ്സ് ശൂന്യമായിത്തീരും, മനസ്സ് ഇല്ലാത്ത ഒരു തലത്തിൽ വരും. അപ്പോൾ തുറവ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത്? ശരീരത്തെയല്ല, അല്ലെങ്കിൽ സമ്പത്തിനെയല്ല, അയാൾ നേടിയ ഭൗതിക സുഖഭോഗങ്ങളെയല്ല ത്യജിക്കേണ്ടത്. മറിച്ച് അതിനേക്കാൾ വലിയ ത്യാഗം എന്ന് പറയുന്നത്, മഹത്തായ ത്യാഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ത്യാഗമാണ്. എൻ്റെ മനസ്സിനെ എനിക്ക് എപ്പോൾ ത്യജിക്കാൻ കഴിയുന്നുവോ അതോടെ എന്നിൽ ബോധം, ജ്ഞാനം തെളിയും. അപ്പോൾ മനസ്സിനെ ആർക്കാണോ ഇല്ലാതാക്കാൻ കഴിയുന്നത്, മനസ്സിലെ ചിന്തകളെ ആർക്കാണോ തടയാൻ കഴിയുന്നത്, അതുതന്നെയാണ് തുറവ്, അതുതന്നെയാണ് പരിത്യാഗം. അപ്പോൾ മനസ്സിനെ പരിത്യജിച്ചാൽ കിട്ടുന്നത് ശിവമാണ്. അപ്പോൾ ശിവനെ സ്വന്തമാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച്, അതിനെ പവിത്രീകരിച്ച്, മനസ്സിലെ വാസനകളെ മുഴുവനും നശിപ്പിക്കുക തന്നെ വേണം, ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം. ഈ ചിത്തത്തെ ഇല്ലാതാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ എന്ത് കിട്ടുന്നത്? ചിതാകാശ വെളിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സത്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് യോഗവാസിഷ്ഠത്തിൽ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ശിഖിധ്വജൻ്റെ ഉപാഖ്യാനത്തിൽ നമ്മളതിനെക്കുറിച്ച് സൂചിപ്പിച്ചൊക്കെയുണ്ടായി. നമുക്ക് ആ ശിഖിധ്വജൻ്റെ കഥയിലേക്ക് തന്നെ കിടക്കാം. ഞാനത് കഴിഞ്ഞ തവണ ആരംഭിച്ച് പറ്റുള്ളൂ. ഈ ചിത്തത്തെ എങ്ങനെയാണ് ചിതാകാശമാക്കി മാറ്റുന്നത് എന്ന് യോഗവാസിഷ്ഠത്തിൽ വിവരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ആകാശഗമനത്തെക്കുറിച്ചും അതുപോലെ യോഗശാസ്ത്രത്തിലെ പല നിഗൂഢ സത്യങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിനെ കുറിച്ചൊക്കെ വസിഷ്ഠ മഹർഷി രാമന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രന് വിശദീകരിച്ചു കൊടുക്കുന്ന ആ ഭാഗങ്ങളെല്ലാം
ഒരുപക്ഷെ നമ്മുടെ ഭാരതീയ ദാർശനിക ശാഖയിലെ യോഗശാസ്ത്രത്തിലെ വളരെ വളരെ നിഗൂഢമായ തലങ്ങളെ വിശദീകരിക്കുന്ന വേണം. നമുക്ക് അതിൻ്റെ ഡീപ്പായ തലത്തിലേക്ക് കിടക്കണ്ട, എന്നാലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നോക്കൂ, വസിഷ്ഠൻ രാമനോട് പറയണം, രാമ, ഉള്ളുകൊണ്ട് ഈ ജഗത്തിനെ ആദ്യം ഉപേക്ഷിക്കൂ, എന്നിട്ട് മനസ്സാകുന്ന പക്ഷിയെ സർവം ബ്രഹ്മമയം എന്ന കൂട്ടിലടയ്ക്കൂ. അങ്ങനെ ശാന്തനായി ആത്മാവിൽ ഉറച്ചു നിന്നുകൊണ്ട്, അല്ലയോ ശിഖി രാജാവേ, ശിഖിത്വജ, അങ്ങക്ക് ലോകകാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് രാജാവ് ലോകകാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് ഇവിടെ മനസ്സിലാക്കുകയാണ്. രാമൻ കൊടുക്കുന്ന ഉപദേശം കൂടിയാണ് വസിഷ്ഠൻ. എന്താ? രാമ, ഉള്ളുകൊണ്ട് ഈ ജഗത്തിനെ ആദ്യം ഉപേക്ഷിക്കൂ, ഈ ജഗത്തിനെ മുഴുവൻ ഉപേക്ഷിക്കൂ, എന്നിട്ട് മനസ്സാകുന്ന പക്ഷിയെ സർവം ബ്രഹ്മമയം എന്ന കൂട്ടിനകത്ത് അടച്ചിടൂ. അതായത് മനസ്സിനെ ബന്ധനസ്ഥനാക്കൂ, എന്നിട്ട് സർവം ബ്രഹ്മമയം ശിവോഹം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരൂ. അങ്ങനെ ശാന്തനായി ആത്മാവിൽ ഉറച്ചു നിന്നുകൊണ്ട് ശിഖിധ്വജനെ പോലെ ലോകകാര്യങ്ങൾ നിർവഹിക്കൂ എന്നാണ് രാമനോട് പറയുന്നത്. ഉടനെ രാമൻ ചോദിച്ചു, ഈ ശിഖിധ്വജൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത്? അദ്ദേഹത്തിൻ്റെ കഥ എന്താണ്? ജീവചരിത്രം എന്നോടൊന്ന് ചുരുക്കി പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വസിഷ്ഠ മഹർഷി ഈ രാജാവിൻ്റെ, ശിഖിധ്വജൻ്റെ ജീവചരിത്രം പറയുകയാണ്. ആ ജീവചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ രാജാവ് ഒരു വലിയ രാജ്യം മുഴുവൻ ഭരിച്ചിരുന്ന ആളാണ്. അതാ 7ാമത്തെ മനുവിൻ്റെ കാലമാണത്. ദ്വാപരയുഗത്തിൽ 7ാമത്തെ മനുവിൻ്റെ കാലം. അന്ന് മാളവദേശത്തെ രാജാവായിരുന്നു ശിഖിധ്വജൻ. രാജ്യം വളരെ ഗംഭീരമായി ഭരിച്ചുകൊണ്ട് സുഖസമൃദ്ധിയോടെ രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനൊരു ചിന്ത വന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായുള്ള ചുടാലയുമായിട്ടുള്ള ആ കുടുംബ ജീവിതം വളരെ ധന്യമായിരുന്നു. ഈ രാജാവിനെ പോലെ തന്നെ, ശിഖിധ്വജനെ പോലെ തന്നെ രാജ്ഞിക്കും ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഏതാണ്ട് മധ്യവയസ്സ് കഴിഞ്ഞതോടുകൂടി 2 പേർക്കും ആത്മീയ കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യം വരികയും അവർ പല പല ആചാര്യന്മാരെ വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് വിദ്യ സ്വീകരിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ശാസ്ത്രജ്ഞാനവും പ്രായോഗിക ജ്ഞാനവും എല്ലാം നേടിയ ഈ രാജാവും രാജ്ഞിയും കുറച്ച് കഴിഞ്ഞപ്പോൾ രാജ്ഞി വളരെ വളരെ പ്രോഗ്രസ് ചെയ്തു. രാജാവിനേക്കാൾ വളരെ വേഗത്തിൽ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുകയും അത് അനുഭവപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അനുഭവപ്പെടുത്തിയ ഈ ചുഡാല എന്ന രാജ്ഞി രാജാവിനോട് പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ശിഖിധ്വജനോട് പറയും. അതിലെ ചില ഭാഗങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും ജഡം തന്നെയാണെന്ന് അറിയൂ എന്ന് രാജാവിനോട് പറയണം. അവ മനസ്സിൻ്റെ ഉപകരണങ്ങളാണ്. വടി മൺകട്ടയെ അടിച്ചു തെറിപ്പിക്കും പോലെ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സ് വിഷയങ്ങളുടെ നേരെ തള്ളി വിടുകയല്ലേ ചെയ്യുന്നത്. ഇതെല്ലാം ആലോചിച്ച് സങ്കല്പശക്തിയോടുകൂടിയ മനസ്സിനെ ഉപേക്ഷിക്കൂ എന്നാണ് രാജ്ഞി രാജാവിനോട് പറയുന്നത്. പക്ഷേ ഈ രാജ്ഞിയുടെ വാക്കുകളെല്ലാം ഒരു സാധാരണ ഒരു സ്ത്രീയുടെ വാക്കുകളായി കരുതി തള്ളിക്കളയുകയാണ്. രാജാവ് പറഞ്ഞു, ഇതുകൊണ്ടൊന്നും, നിൻ്റെ വാക്കുകൾ കൊണ്ടൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല, ഞാൻ ഈ കേട്ടതുകൊണ്ടും തൃപ്തി വരുന്നില്ല. ഇനി ഞാൻ എൻ്റെ രാജ്യം ഉപേക്ഷിക്കാൻ പോവുകയാണ്, ജനങ്ങളെ ഉപേക്ഷിക്കാൻ പോവുകയാണ്, നിന്നെ തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. രാജ്ഞി എതിർത്തു. പക്ഷേ രാജാവ് പറഞ്ഞു, ഭാര്യയുടെ ധർമ്മം എന്താണ്? ഭർത്താവ് പറയുന്നത് ശരിയാണെങ്കിൽ അത് കേൾക്കണം. അപ്പോൾ
രാജ്ഞി പറഞ്ഞു, അങ്ങ് പറയുന്നത് ശരിയല്ല, അങ്ങക്ക് വാനപ്രസ്ഥത്തിനുള്ള സമയമായിട്ടില്ല, ആ സമയമാകുമ്പോൾ പോകൂ, അതുവരെ രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ രാജാവ് അത് കേട്ടില്ല. രാജാവ് ഒരു രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട്, രാജ്യത്തെ ഉപേക്ഷിച്ചിട്ട്, രാജ്യത്തിലെ പ്രജകളെ ഉപേക്ഷിച്ച് നേരെ വനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വനത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിക്കുകയാണ്. ഈ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്ഞിക്ക് തോന്നി, തന്നെ വിട്ടുപോയത് തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി കാട്ടിലേക്കാണ് രാജാവ് പോയതെന്ന് മനസ്സിലാക്കിയ അവൾ അതറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാശഗമനം നടത്തുകയാണ്. അതിനുള്ള കഴിവ് ഈ രാജ്ഞി നേടിയിരുന്നു. നമുക്ക് ആകാശഗമനത്തെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. വസിഷ്ഠൻ രാമനത് വിശദീകരിച്ചു കൊടുക്കുന്ന ഭാഗത്തിലേക്ക് കിടക്കാം. രാമ, ശിഖിത്വജ കഥാപ്രസംഗത്തിൽ യാദൃച്ഛികമായി വന്നു ചേർന്നതാണല്ലോ ആകാശഗമന സിദ്ധികൾ. അത് പറയാം, കേട്ടോളൂ. സാധിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള വാസനയൊഴിച്ച് മറ്റെല്ലാ വാസനകളും ഉള്ളിൽ നിന്ന് പുറന്തള്ളണം. മഹാമുദ്ര തുടങ്ങിയ സംസ്ഥാപന വിശേഷങ്ങൾ കൊണ്ടും യമനിയമാദി ഉപായങ്ങൾ കൊണ്ടും പ്രാണപ്രസര ദ്വാരങ്ങളെ നിരോധിക്കണം. മൂലബന്ധക്രിയ കൊണ്ട് ഗുദത്തെ അടയ്ക്കണം. ഖേദരി മുദ്ര കൊണ്ട് ഉപരിദ്വാരത്തെയും രോധിക്കണം. പ്രാണാദി വായുക്കളെ അഭ്യാസം കൊണ്ട് ചൊൽപ്പടിക്ക് നിർത്തിയാണ് ഏത് സിദ്ധിയും സാധിക്കേണ്ടത്. ഭക്ഷണകാര്യങ്ങളിലും ആസനശുദ്ധിയിലും ശ്രദ്ധ വേണം. യോഗശാസ്ത്ര നിയമങ്ങൾ വേണ്ട പോലെ പാലിക്കണം. ആചാരാനുഷ്ഠാനം, സജ്ജന സമ്പർക്കം എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള സുഖാസന സ്ഥിരത, ഇവയിലൊക്കെ ശ്രദ്ധ വേണം. പ്രാണായാമ പ്രക്രിയ അഭ്യസിച്ച് നല്ല പോലെ ഉറപ്പാക്കണം. ക്രോധലോപാധി മനോമാലിന്യങ്ങൾ വെടിയണം. ലോകഭോഗങ്ങളിൽ ആസക്തി ഉപേക്ഷിക്കണം. ത്യാഗദാനങ്ങളിൽ താല്പര്യമില്ലാതാകണം. ഇത്രയുമൊക്കെ സാധിച്ചാൽ പ്രാണരഹസ്യമറിയുന്ന സാധകന് പ്രാണന്മാർ ഒരു പ്രഭുവിന് ഭൃത്യരെന്ന പോലെ വശത്തായി തീരും. അപ്പോൾ പ്രാണൻ നോക്കൂ, അതാണ് പ്രാണരഹസ്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. സാധകന് പ്രാണന്മാർ ഒരു പ്രഭുവിന് ഭൃത്യരെന്ന പോലെ വശത്തായി തീരും. അപ്പോഴാണ് ഈ ആകാശഗമനം പോലെയുള്ള സിദ്ധികൾ ലഭിക്കുക എന്നാണ് പറയുന്നത്. ഇനി തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വസിഷ്ഠ മഹർഷി രാമന് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ യോഗവാസിഷ്ഠം വായിക്കുക. അങ്ങനെ അവസാനം ചുടാല രാജ്യം ഭരിക്കുകയാണ്. എന്നിട്ട് സമയമായപ്പോൾ ഈ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് രാജ്ഞി ആകാശഗമനം നടത്തി കാട്ടിലേക്ക് പോവുകയാണ്. ആ കാട്ടിൽ ചെന്നപ്പോൾ രാജ്ഞി ഒരു മുനികുമാരൻ്റെ, ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ചുകൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോഴാണ് രാജാവ് ഉപദേശം കേട്ട് ആത്മസാക്ഷാത്കാരത്തിന് തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ആ സമയത്താണ് ചുടാല വേഷപ്രച്ഛന്ന ബ്രാഹ്മണകുമാരൻ്റെ വേഷത്തിൽ അവിടെ ചെന്ന് രാജാവിന് സത്യം ഉപദേശിക്കുന്നത്. ആ സത്യവാചനമാണ് ഇതാണ്: രാജാവേ, ഈ ജഗത്തിൽ എല്ലാമായി കാണപ്പെടുന്നതും ജീവനെന്ന പേരിൽ അറിയപ്പെടുന്നതും ജഡമെന്നോ അജഡമെന്നോ വേർതിരിക്കാൻ വയ്യാത്തതും ഭ്രമാത്മകവുമായ ചിത്തമാണ് എല്ലാമെല്ലാം. ചിത്തമാണ് ജഗജ്ജാലം. ചിത്തം എന്ന് വെച്ചാൽ മനസ്സാണ് ജഗത്തിൻ്റെ ജാലം. ചിത്തമാണ് ബന്ധം. അതിനെ ത്യജിച്ചാൽ അതോടെ സർവത്യാഗം വന്നു ചേരും. ജനങ്ങൾക്കും കർമ്മങ്ങൾക്കുമെല്ലാം വിത്ത് ചിത്തം തന്നെ. കാറ്റുകൊണ്ട് വൃക്ഷം ചലിക്കുന്നത് പോലെ ചിത്തം നിമിത്തം ദേഹം സദാ ചലിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുമാരൻ പറയുക, ഈ ബ്രാഹ്മണകുമാരൻ പറയുകയാണ്: രാജാവേ, എപ്പോഴും വാസനയാണ് ചിത്തത്തിൻ്റെ സ്വരൂപം. മുൻപിൽ വിചാരം കൂടാതെ നാമരൂപങ്ങളെ സത്യമെന്ന് കരുതുന്നതാണ് വാസന. വാസനയുടെ പ്രകടരൂപമാണ് രാഗദ്വേഷമയമായ ചിത്തം. വാസനയും ചിത്തവും പര്യായ പദങ്ങളാണ്.
ഞാനെന്ന ഭാവം തലപൊക്കുന്നതാണ് എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം. ഈ അഹങ്കാരമാണ് ചിത്തവൃക്ഷത്തിൻ്റെ വിത്ത്. ശുദ്ധബോധത്തിൽ നിന്നും അനുഭവരൂപത്തിൽ ആദ്യം പൊന്തുന്ന മുളപ്പാണല്ലോ ഈ അഹങ്കാരം. തുടർന്ന് നിരാകാരമായ ഈ അനുഭവം ചിലത് നിശ്ചയിച്ചുറയ്ക്കുന്നതോടെ ബുദ്ധി എന്നറിയപ്പെടുന്നു. ഈ ബുദ്ധിസങ്കല്പങ്ങൾ കൊണ്ട് കുറച്ചുകൂടി പെരുകിയാൽ അതിൻ്റെ പേരുകളാണ് ചിത്തം, ചേതസ്, മനസ്സ് എന്നൊക്കെ പറയപ്പെടുന്നത്. രാജാവേ, ഈ ചിത്തവൃക്ഷത്തെ ആദ്യം അതിൻ്റെ കൊമ്പുകളുടെ കവരങ്ങളും ഒക്കെ വെട്ടിക്കളഞ്ഞ് തുടർന്ന് നാരായ വേര് തന്നെ പിഴുതു കളയാൻ യത്നിക്കേണ്ടതാണ്. ചിത്തത്തിൻ്റെ വേര് പിഴുതു കളയുന്നതോടെ സർവത്യാഗവും സംഭവിക്കുന്നു. ഇതിൻ്റെ വിവിധ ശാഖകളാകുന്ന വാസനകൾ വിവിധ ഫലങ്ങൾ ഉളവാക്കുന്നു. ബോധാനുഭവം ഉറപ്പിച്ച ഭാവനകൾ ഒഴിവാക്കാമെങ്കിൽ ഈ ശാഖകളെല്ലാം ഉള്ളിൽ നിന്ന് മുറിച്ചു തള്ളപ്പെടും. മനസ്സ് ഒന്നിലും സംഘപ്പെടാതെ മൗനിയായി വാദകോലാഹലങ്ങളിൽ ഒന്നും ചെന്ന് വീഴാതെ അപ്പോഴപ്പോൾ വന്നു ചേരുന്ന കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യാൻ കഴിയും. ചിത്തത്തെ പൂർണ്ണമായും പിഴുതെറിയുക, ശാഖകളെ മുറിച്ചെറിയുക, വേര് പിഴുതെറിയുക. നാരായ വേര് തന്നെ പിഴുതു പോകട്ടെ. അങ്ങ് വേര് പിഴുതെറിയാൻ ശ്രമം തുടരൂ. മുഖ്യമായതുകൊണ്ട് വേരിനെ തന്നെ ചുട്ടരിക്കൂ. ചിത്തമാകുന്ന മുൾക്കൂട്ടം അതോടെ മുൾക്കൂട്ടമല്ലാതാകും. അതോടെ ചിത്തം എന്തായിട്ട് മാറുന്നു? ചിതാകാശമായി മാറുന്നു. അതായത് ചിത്തം, മനസ്സ് അതിൻ്റെ മൂലമായ ആത്മാവിൽ ലയിക്കുന്നു. ഇതാണ് യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി രാമന് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഉപദേശം. എങ്ങനെയാണ് ചിത്തത്തെ നിഗ്രഹിച്ചാൽ നമുക്ക് ചിതാകാശത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക, ആ ചിത്തത്തെ അതിൻ്റെ മൂലത്തിൽ ലയിപ്പിക്കുക. ഇത് തന്നെയാണ് പിൽക്കാലത്ത് 18 സിദ്ധന്മാരിൽ ഒരാളായ ശിവവാക്യർ ഒരു കാവ്യം രചിച്ചു, ഒരു മഹാകാവ്യം എന്ന് തന്നെ പറയാം. അവിടെ ആത്മാവും മനസ്സും തമ്മിലൊരു സംവാദം നടക്കുന്നു. അങ്ങനെ ആത്മാവും മനസ്സും തമ്മിൽ നടക്കുന്ന സംവാദ രൂപത്തിൽ ഈ സത്യം തന്നെയാണ് ശിവവാക്യർ വെളിപ്പെടുത്തുന്നത്. അതായത് മനസ്സ് എന്ത് വേണം? മനസ്സില്ലാതാകണമെങ്കിൽ എന്ത് വേണം? മനസ്സ് അതിൻ്റെ മൂലത്തിൽ ലയിക്കണം, അതിൻ്റെ മാതൃസ്ഥാനത്തേക്ക് തിരിച്ചു പോകണം. അത് തിരിച്ച് യാത്രയാണ്. മനസ്സ് അതിൻ്റെ മൂലമായ ആത്മാവിൽ അലിഞ്ഞു ചേരുന്നു, ഇല്ലാതായിത്തീരുന്നു. മനസ്സ് എപ്പോഴാണോ അതിൻ്റെ മൂലത്തിൽ ലയിച്ച് ചേരുന്നത്, അപ്പോൾ മനസ്സ് എന്നുള്ള വാസനകളാകുന്ന ആ കൂട്ടം ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ മനസ്സിനെ എന്താക്കി മാറ്റണം? ശിവമയമാക്കി മാറ്റാൻ മനസ്സിനെ ആത്മാവിൽ, ശിവനിൽ തന്നെ ലയിപ്പിച്ചാൽ മതി. അതായത് മനസ്സിൽ എപ്പോഴും ശിവചിന്ത കൊണ്ട് നിറയണം. ഒരു നിമിഷം പോലുമില്ലാതെ എപ്പോഴും ശിവചിന്ത കൊണ്ട് നിറയുമ്പോൾ മറ്റ് ചിന്തകളെല്ലാം അപ്രത്യക്ഷപ്പെടും. അങ്ങനെ എല്ലാ ചിന്തകളും അപ്രത്യക്ഷപ്പെടുമ്പോൾ ആ സ്ഥാനത്തേക്ക് ശിവസങ്കല്പത്തെ അവരോധിക്കുക. അതോടെ ചിത്തം ചിതാകാശമായി മാറും, ശിവ മനസ്സായിട്ട് മാറും. അപ്പോൾ ഒരു സാധകൻ്റെ മനസ്സ് വിശ്വമനസ്സായിട്ട്, ഒരു ചെറിയ മനസ്സിൽ നിന്ന് വിശ്വമനസ്സിലേക്ക്, അതായത് ചിത്തത്തിൽ നിന്ന് ചിതാകാശത്തിലേക്ക് ആ മനസ്സ് എത്തിച്ചേരുന്നു. ഈ ചിതാകാശത്തിൽ എത്തിച്ചേരുന്ന മനസ്സാണ് മഹാ അവതാരങ്ങൾക്ക് എക്കാലവും നമ്മെ പഠിപ്പിക്കാനുള്ളത്. അതുതന്നെയാണ് തിരുമൂലദേവനും തിരുമന്ത്രത്തിൻ്റെ 6-ാം തന്ത്രത്തിൽ തുറവ് എന്ന ഈ കാണ്ഡത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ശിവവാക്യരുടെ കവിത, കാവ്യം ശരിക്കും പഠനത്തിന് വിധേയമാക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചിത്താകാശത്തെ ചിതാകാശമാക്കുന്ന വിദ്യ മനസ്സിലാക്കാൻ